നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തിന് ശേഷം നിയന്ത്രണ രേഖയ്ക്ക് സമീപമുള്ള പാകിസ്ഥാൻ പ്രദേശങ്ങളിൽ ഭയവും നിശബ്ദതയും നിലനിൽക്കുന്നു. പ്രത്യേകിച്ച് അതിർത്തി ഗ്രാമങ്ങളിൽ ജീവിതം സ്തംഭിച്ചിരിക്കുക മാത്രമല്ല, അവിടുത്തെ പള്ളികളിൽ പ്രാർത്ഥനകൾ പോലും നടക്കുന്നില്ലെന്നാണ് റിപ്പോർട്ട്. ഈ ഭയം മൂലം അവർ പ്രദേശം വിട്ട് പാകിസ്ഥാനിലേക്ക് നീങ്ങിയിരിക്കാനുള്ള സാധ്യത ഉയർത്തുന്നുണ്ട്. മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം ജമ്മുവിലെ ആർഎസ്പുര സെക്ടറിലെ അവസാന ഇന്ത്യൻ ഗ്രാമമായ സുചേതഗഡിൽ ഇന്ത്യൻ കർഷകർ ഗോതമ്പ് വിളവെടുക്കുന്ന തിരക്കിലാണ്. എന്നാൽ അതിർത്തിയുടെ മറുവശത്ത് പാകിസ്ഥാൻ ഭാഗത്ത് പൂർണ്ണ ശൂന്യതയും ദൃശ്യമാണ്. വയലുകളിൽ പണിയൊന്നും നടക്കുന്നില്ല. സാധാരണ ദിവസങ്ങളിലെ പോലെ കന്നുകാലികളെ കാണാനുമില്ല. ആക്രമണത്തിനു മുമ്പ് പാകിസ്ഥാൻ ഭാഗത്ത് ധാരാളം പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് പ്രാദേശിക ഗ്രാമവാസികൾ പറയുന്നു. പാകിസ്ഥാൻ കർഷകർ പതിവായി തങ്ങളുടെ വയലുകളിൽ ജോലി ചെയ്യുന്നു. പലപ്പോഴും അവരുടെ കന്നുകാലികളെ തീറ്റയ്ക്കായി ഇന്ത്യൻ അതിർത്തിക്ക് സമീപം കൊണ്ടുവന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അവിടെ എല്ലാം ശാന്തമാണ്. പാകിസ്ഥാനിലെ പള്ളികളിൽ നിന്ന് ബാങ്ക് വിളി ശബ്ദം പോലും നിലച്ചതായി തങ്ങൾ ആദ്യമായി കണ്ടതായി ഗ്രാം സർപഞ്ചക് പറഞ്ഞു. കാർഗിൽ യുദ്ധസമയത്ത് മാത്രമാണ് ഇതിനു മുമ്പ് ഇങ്ങനെ സംഭവിച്ചത്. ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പാകിസ്ഥാനിലെ സിയാൽകോട്ട് മേഖലയിലെ കജ്രിയാൽ, ഉഞ്ചി, ബെയിൻസ്, കാസിരെ, ഗുംഗ തുടങ്ങിയ ഗ്രാമങ്ങളും ഇപ്പോൾ വിജനമാണ്. പാകിസ്ഥാൻ റേഞ്ചർമാർ ഇപ്പോൾ അവരുടെ ടവറുകളിൽ നിന്ന് ഇന്ത്യൻ പ്രദേശം നിരീക്ഷിക്കുന്നുണ്ടെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് പൊതുപ്രവർത്തനങ്ങളൊന്നും ഇല്ലെന്ന് നാട്ടുകാർ പറയുന്നു. അതേസമയം നുഴഞ്ഞുകയറ്റമോ സംശയാസ്പദമായ പ്രവർത്തനമോ ഉണ്ടാകുമെന്ന് ഇന്ത്യൻ ഗ്രാമവാസികൾ ഭയപ്പെടുന്നുണ്ട്. അതിനാൽ അതിർത്തി ഗ്രാമങ്ങളിൽ ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺ പ്രവിശ്യയിൽ നിന്നുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെ വൈറലായി മാറിയിരിക്കുകയാണ്. പോലീസും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള വാഗ്വാദമാണ് വീഡിയോയിൽ ചിത്രീകരിച്ചിരിക്കുന്നത്. വീഡിയോയിൽ ഒരു പക്തൂൺ പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സൈനിക വാഹന വ്യൂഹത്തെ പോലീസ് സ്റ്റേഷനിൽ പ്രവേശിക്കുന്നത് തടയുന്നത് കാണാം. ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദം നേരിടുമ്പോഴാണ് ഈ ആഭ്യന്തര കലഹം ഉണ്ടാകുന്നത്. സൈന്യം പ്രാദേശിക കാര്യങ്ങളിൽ ഇടപെടുന്നുവെന്ന് പോലീസ് ആരോപിച്ചതിനാലാണ് ഏറ്റുമുട്ടൽ നടന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഖൈബർ പക്തൂണിൽ ഈ സാഹചര്യം പുതിയതല്ല. കാരണം ഇവിടെ സൈന്യത്തിന്റെ പങ്കിനെക്കുറിച്ചും ഭീകരതയെ നേരിടുന്നതിൽ അതിന്റെ കഴിവില്ലായ്മയെക്കുറിച്ചും പോലീസ് പലപ്പോഴും പരാതിപ്പെടുന്നു. വീഡിയോയുടെ ആധികാരികത സ്ഥിരീകരിച്ചിട്ടില്ല. നേരത്തെ ബഹാവൽ നഗറിൽ സൈനികരും പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അക്രമാസക്തമായ ഏറ്റുമുട്ടലിന്റെ വീഡിയോ ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഏറ്റുമുട്ടലിന് ശേഷം പാകിസ്ഥാൻ സൈന്യത്തിന്റെ മാധ്യമ വിഭാഗം ഇതിനെ നിർഭാഗ്യകരമായ സംഭവം എന്ന് വിളിക്കുകയും ആരാണ് തെറ്റ് ചെയ്തതെന്ന് കണ്ടെത്താൻ ന്യായവും ആസൂത്രിതവുമായ അന്വേഷണം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരുന്നു. കാശ്മീർ ആക്രമണത്തിന് ശേഷം മേഖലയിലെ ആഭ്യന്തര സുരക്ഷാ സ്ഥിതി ദുർബലമായ സാഹചര്യത്തിലാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഇടയിലുള്ള അട്ടാരി വാഗ അതിർത്തി വ്യാഴാഴ്ച പൂർണ്ണമായി അടച്ചു. എന്നാൽ വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് അട്ടാരി വാഗ അടച്ചുപൂട്ടിയതിന് തൊട്ടു പിന്നാലെ ഇന്ത്യൻ കുടിയേറ്റം വഴി ക്രോസിംഗിലേക്ക് അയച്ച ഒരു ചെറിയ കൂട്ടം പാക് പൗരന്മാർക്ക് നാട്ടിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല. പാക് അധികാരികൾ അവരുടെ പൗരന്മാർക്ക് ഗേറ്റ് തുറക്കാൻ വിസമ്മതിച്ചു. എന്തുകൊണ്ടാണ് ഗേറ്റ് അടച്ചതെന്ന് വ്യക്തമല്ല. ഇതോടെ അതിർത്തിയിൽ പൗരന്മാരോടൊപ്പം അജ്ഞാതനും പാകിസ്ഥാനിലേക്ക് കടക്കുമോ എന്ന ഭയമാണോ എന്ന് ചോദിച്ച് ഇന്ത്യൻ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ ഉയർന്നിരുന്നു. ഇതിനിടയിൽ പാകിസ്ഥാൻ FM റേഡിയോ സ്റ്റേഷനുകൾ ഇപ്പോൾ ഇന്ത്യൻ ഗാനങ്ങൾ പിൻവലിച്ചു. പാകിസ്ഥാന്റെ വാർത്താവിനിമയ മന്ത്രി ഈ നീക്കത്തെ ദേശസ്നേഹപരമായ നീക്കമാണെന്ന് വിശേഷിപ്പിച്ചു. ഇന്ത്യൻ സംഗീതം, പ്രത്യേകിച്ച് ബോളിവുഡ് സംഗീതം, പാകിസ്ഥാൻ ആകാശവാണിയിൽ വളരെ കാലമായി ആധിപത്യം പുലർത്തുന്നു. റൊമാൻറ്റിക് ട്രാക്കുകൾ മുതൽ നൃത്ത നമ്പറുകൾ വരെ വ്യത്യസ്ത വിഭാഗങ്ങളിൽ നിന്നുള്ള ഇന്ത്യൻ ഗാനങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിനോദോപാധിയാണ്. ഇന്ത്യ തിരിച്ചടികൾ കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ അമേരിക്കയുടെ സഹായം തേടി പാകിസ്ഥാൻ. സംഘർഷാവസ്ഥ പരിഹരിക്കാൻ ഇടപെടണമെന്ന് പാകിസ്ഥാന്റെ ആവശ്യം. സംഘർഷസ്ഥിതി പരിഹരിക്കാൻ ഇടപെടുന്ന പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോട് ആവശ്യപ്പെട്ടു. ഇന്ത്യ പാകിസ്ഥാനെതിരെ കർശന നിലപാട് തുടരുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ സഹായം തേടുന്നത്. സംഘർഷാവസ്ഥ ഒഴിവാക്കണമെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു. ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം വേണമെന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു. വിദേശകാര്യമന്ത്രി S ജയശങ്കറുമായി മാർക്കോ റൂബിയോ സംസാരിച്ചു. ഭീകരാക്രമണത്തിന്റെ അന്വേഷണത്തിൽ പാകിസ്ഥാൻ സഹകരിക്കണമെന്നും US നിർദ്ദേശിച്ചു. ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ കൂടെ നിൽക്കുമെന്നും US വ്യക്തമാക്കി. പഹൽഗാമിലെ ക്രൂരമായ കൂട്ടക്കൊലയെ ഒരു മുൻ ഭീകരൻ അപലപിക്കുകയും പാകിസ്ഥാനും പാകിസ്ഥാൻ പിന്തുണയുള്ള അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുമെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഏകദേശം 2 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തീവ്രവാദം ഉപേക്ഷിച്ച മുഹമ്മദ് കലു ഒരു തീവ്രവാദിയിൽ നിന്ന് തീവ്രവാദത്തിന്റെ ശക്തമായ വിമർശകനായിരുന്നു. ഇന്ത്യൻ സർക്കാരിന് കീഴിലുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തിൽ വലിയ മാറ്റമാണ് കാണിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജന്മഭൂമി.